നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപനിഷത്ത് എന്താണെന്ന് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാൻ ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക സാധന ഉപനിഷത്ത് വായിക്കുമ്പോൾ ആവശ്യമാണ്. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ഖണ്ഡമാണെന്ന് വായിക്കുന്നത്. സൂര്യനിലും ചന്ദ്രനിലും ഇടിമിന്നലിലും അഗ്നിയിലും മറ്റുള്ള വസ്തുക്കളിലും ഒരേ വ്യക്തിത്വമാണ്. 1-ാമത്തെ ശ്ലോകം. അഥ ഹൈനം ഗാഹപത്യോനുശാസ പൃഥിവ്യഗ്നിരന്നമാദിത്യ ഇതി യ ഏഷ ആദിത്യേ പുരുഷോ ദൃശ്യതേ സോഹമസ്മി സ ഏവാഹമസ്മീതി. അപ്പോൾ ഗൃഹസ്ഥന്റെ അഗ്നി അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഭൂമി, അഗ്നി, ഭക്ഷണം, സൂര്യൻ എല്ലാം എൻ്റെ രൂപങ്ങളാണ്. പക്ഷേ സൂര്യനിൽ കാണുന്ന വ്യക്തിത്വവും ഞാനാണ്, ഞാൻ തന്നെയാണ്. 2-ാമത്തെ ശ്ലോകം. സയ ഏതമേവ വിദ്വാൻ ഉപാസ്തേപഹതേ പ്രാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ്ജീവതി നാസ്യാവര പുരുഷാഃ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോസ്മിൻശ്ച ലോകേമുഷിംശ്ച യ ഏതമേവം വിദ്വാൻ ഉപാസ്തേ. അഗ്നികൾ കൂട്ടമായി ഇങ്ങനെ പറഞ്ഞു. അഗ്നിയെ ഇങ്ങനെ അറിയുന്നവൻ, ഇങ്ങനെ ഉപാസിക്കുന്നവൻ പാപകർമ്മത്തെ തന്നിൽ നിന്നും അകറ്റുന്നു, ലോകത്തിന്റെ ഉടമസ്ഥൻ ആകുന്നു, പൂർണ്ണമായ ജീവിതം നേടുന്നു, നീണ്ടനാൾ ജീവിക്കുന്നു. അവന്റെ പിൻഗാമികൾ നശിക്കുന്നില്ല. ഈ ലോകത്തിനും അപ്പുറവും ഞങ്ങൾ അവനെ, ഇങ്ങനെ അറിയുന്നവനെ, ഉപാസിക്കുന്നവനെ സേവിക്കുന്നു. ആധ്യാത്മിക യാത്രയിൽ ഒരു ഗൃഹസ്ഥം ആവണം. ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിട്ട് ഓടുന്നതല്ല എന്നുള്ളത് വ്യക്തമായി ഭഗവത്ഗീതയിൽ പറയുന്നു. സന്യാസം എന്നുള്ള മനസ്സിന്റെ ഒരു കണ്ടീഷനാണ്.
ഏതോ ഒരു കാലത്ത് അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മുടെ ശരീരം നമ്മുടെ ശത്രുവാണ് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കുക, പട്ടിണി കിടക്കുക, ഫാസ്റ്റ് ചെയ്യുക, സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക, ഈ തരത്തിലുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള രീതികൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കാം. ഇപ്പൊ ലാബറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ആ മരുന്ന് പ്രയോഗിക്കണം. അതുപോലെ തൽക്കാല കാലത്തേക്ക്, കുറച്ചു കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നത് സാധാരണ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഓടിപ്പോകാനുള്ള സമയവും ഇല്ല. ആകെ ചുരുങ്ങിയ ആയുസ്സുള്ളൂ. അതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തില് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയലാണ് വലിയൊരു മാറ്റം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അഹം ആത്മാ, ഞാൻ ആണ് ആത്മൻ, ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത, അഹം ആദിശ്ച മധ്യം ച, ആദിംശ മധ്യം ച ഭൂതാനാം അന്ത ഏവച. ഞാനാണ് തുടക്കവും ഒടുക്കവും എല്ലാം, ഇപ്പോഴുള്ളതും എല്ലാം. ഞാൻ ഉദ്ഭവിക്കുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തില് ആ ഭഗവാന്റെ പ്രതിരൂപം. നമ്മൾ ഭഗവാനെ പുറത്തന്വേഷിക്കുന്നു. ഭഗവാൻ യഥാർത്ഥത്തില് എൻ്റെ തന്നെ ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഞാനെന്ന് പറയുമ്പോൾ അവിടെ പുറത്തേക്ക് വരുന്നത് വാക്കാണ്, ശബ്ദം, അത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെ റിഫ്ലക്ഷൻ ആണ് തിരിച്ചറിഞ്ഞ് അങ്ങനെ പെരുമാറും. അതാണ് പറയുന്നത്. നമ്മൾ നടക്കുന്ന ഭൂമി, നമ്മൾ ഇരിക്കുന്ന കസേര, ഞാൻ ഇടപഴകുന്ന എൻ്റെ കുടുംബാംഗങ്ങള്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, അഗ്നി, സൂര്യൻ, ഭൂമി, എല്ലാം എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ അറിഞ്ഞവൻ പൂർണ്ണ ജ്ഞാനത്തിലെത്തുന്നു. അങ്ങനെ അറിയുന്നവനെ ഞങ്ങൾ സേവിക്കുന്നു. ഇതിലെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അഗ്നി പഠിപ്പിക്കുകയാണ്. ഈ കാണുന്ന ക്രിയേഷൻ മുഴുവൻ യാത്രയിൽ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ സീക്കർ, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾ സഹജമാന സിസ്റ്റത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സീക്കർ, പ്രാണാഹുതിയോടുകൂടി സാധന ചെയ്യുന്ന ഒരു സീക്കർ, എപ്പോഴും മാസ്റ്റർ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സീക്കർ ഒന്നും അങ്ങനെ ഒരാൾക്ക് നഷ്ടപ്പെടുന്നില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിനൊപ്പമാണ്. അവരെല്ലാം ആഗ്രഹിക്കുന്ന വഴിയിലാണ് ഈ ഒരു വ്യക്തിത്വം പോകുന്നത്. ഞാൻ എന്നുള്ള ആ യൂണിഫൈഡ് പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. എല്ലാം ആ ശബ്ദത്തിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലറായിട്ട് സാധന ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വോളണ്ടറി വർക്ക് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. നമ്മൾ സ്വയം ശുദ്ധീകരിച്ചിട്ട് സ്വയം ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളുടെ എക്സ്പ്രഷനും ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് വിചാരിച്ചതല്ല, എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ വാക്കുകള്, പ്രവർത്തികള് എല്ലാം സ്നേഹം നിറഞ്ഞതാവണം. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ് ഗൃഹം എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. സ്നേഹം, ത്യാഗബോധത്തോടുകൂടി സ്നേഹം. സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ? യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കി സ്നേഹത്തോടെ, കമ്പാഷനോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് സാക്രിഫൈസ് ആയിട്ട് മാറും. ഒന്നും നശിക്കുന്നില്ല, എല്ലാം എൻ്റെ ഭാഗം തന്നെയായിട്ട് മാറും. അപ്പോഴാണ് അത് സാക്രിഫൈസ് ആവുന്നത്. ശുദ്ധീകരണം നടത്തുമ്പോൾ, ക്ലീനിങ് നടത്തുമ്പോൾ, സംസ്കാരങ്ങൾ അൺമൈൻഡ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുമ്പോൾ അത് സാക്രിഫൈസ് ആവും. വാക്കുകളിൽ ഈശ്വരന്റെ ആ പ്യൂരിറ്റി നിറയ്ക്കുമ്പോൾ അത് സാക്രിഫൈസ് ആയിട്ട് മാറും. ഞാൻ മാറി നിൽക്കുമ്പോൾ അത് സാക്രിഫൈസ് ആയിട്ട്, ഇതാണ് ഞാൻ മാറി നിൽക്കുക എന്ന്. ഞാൻ മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ പ്രകടമാവും. ചാന്തോക്യ ഉപനിഷത്ത് മുഴുവൻ പറയുന്നതാണ്, ഞാനാണ് ഇതെല്ലാം. ഇത് മനസ്സിലാക്കുന്നവൻ പിന്നെ ഒരിക്കലും മരിക്കുന്നില്ല. കാരണം അനന്തനാണ്, അനശ്വരനാണ്, ഒരിക്കലും നശിക്കാത്തവനാണ്. എല്ലാം എൻ്റെ ഈ പവറിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നത് സൂര്യനാണ്. നമ്മൾ കാണുന്നത് സൂര്യനാണ്. സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമി നിൽക്കില്ല. നമ്മൾ ഉണരുമ്പോൾ സൂര്യനെ കാണാം. സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ആ സൂര്യൻ തന്നെയാണ് ഞാൻ. എൻ്റെ ഈ പവറാണ് സൂര്യനെ പ്രകാശിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നത് വലിയൊരു വലിയൊരു അനുഭവമാണ്. അത് അറിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ലോകത്തിലുള്ള ജ്ഞാനത്തിന്റെ തിമിരത്തിൽ നിന്നും ഉയരുന്നു. എല്ലാം അന്നന്ന് അകന്നകന്ന് പോകുന്നു. പിന്നെ ഇവിടെ പാപകർമ്മങ്ങളില്ല. അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചം എന്ന് ഭഗവാൻ പറയുന്നു. അഹം, അതായത് എല്ലാം പരിത്യജിട്ടുള്ള ആ സാക്രിഫൈസ് ചെയ്ത ആ പ്യൂരിറ്റിയിൽ സെന്റേഡ് ആയിട്ടുള്ള ഒരു ഭാവം ഞാൻ. അങ്ങനെ ഒരു പ്രവൃത്തി നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ ബോധമില്ല. സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ആ പ്രവൃത്തികളെല്ലാം എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്യുന്നു, എല്ലാത്തിനെയും
അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു, എല്ലാവരും ഡിവിനൈസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യണം. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.